കടച്ചക്ക വെച്ചിട്ട് ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കടച്ചക്ക എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിഞ്ഞ് കളറ് മാറാതിരിക്കാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കടച്ചക്കയ്ക്ക് നല്ല വേവുള്ള കാരണം കുക്കറിനകത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കുക്കർ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞല്ല, ഒന്നോടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കടച്ചക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയുടെയൊക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയെല്ലാം ഇപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതും ചേർത്ത് ഒരു 2 മിനിറ്റ് പച്ചമണം മാറാനൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഒരു 4 വിസിലടിച്ച് കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കടച്ചക്കയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൺചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒട്ടും വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വെന്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൊന്ന് കഴുകി പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ പാകത്തിന് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കടച്ചക്ക കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.